ബ്രസീൽ ആരാധകർക്ക് ഇരട്ടി മധുരമുള്ള ഒരു മാച്ചായിരുന്നു ഇത്. നെയ്മറിന്റെ കംബാക്കും വിനിയുടെ മാസ്റ്റർ ക്ലാസും തുടർച്ചയായി 12ാം തവണ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. ബ്രസീൽ നോക്കൌട്ട് സ്റ്റേജിലേക്ക് ഓരോ മത്സരം കഴിയുന്തോറും ആൻചെലോട്ടിയുടെ കീഴിൽ ബ്രസീൽ കൂടുതൽ ശക്തരാകുന്നു, കൂടുതൽ ഒത്തിണക്കത്തോടു കൂടി കളിക്കുന്നു. ഡിഫൻസും അറ്റാക്കുമെല്ലാം പക്ക ആയിരുന്നു. കളി തുടങ്ങി 7ാം മിനിറ്റ് ബ്രസീലിന്റെ ഒരു ഹൈ പ്രസ്, സ്കോട്ട്ലാൻഡ് ഡിഫൻഡറിന്റെ എറർ, റയാന്റെ പാസ്, വിനീഷ്യസ് ജൂനിയർ ടാപ്പിൻ 1-0. 45+ മിനിറ്റ് ആൻഡി റോബർട്ട്സന്റെ ലൂസ് പാസ് ഇന്റർസെപ്റ്റഡ്, ബ്രൂണോ ഗിമറാസിന്റെ പെർഫെക്റ്റ് ക്രോസ്, വിനിയുടെ ഹെഡർ. 60ാം മിനിറ്റിൽ പക്കേറ്റ കാസമിറോ ഗിമറാസിന്റെ ഒരു ഫ്ലൂയിഡ് കോമ്പിനേഷൻ, മാത്യൂസ് ക്യൂനയുടെ ഒരു ക്ലിനിക്കൽ ഫിനിഷ്. 3-0 ഗെയിം ഓവർ. സ്കോട്ട്ലാൻഡിന്റെ 5 ഓൺ ടാർഗറ്റ് ഷോട്ടും അലിസൺ കടത്തിവിട്ടില്ല. വിനീഷ്യസ് ജൂനിയറിന്റെ ഈ വേൾഡ് കപ്പിൽ 3 കളികളിൽ 4 ഗോളുകൾ. ബ്രസീലിന്റെ 3 ഗ്രൂപ്പ് മാച്ചിലും ഗോൾ നേടിയ 5ാമത്തെ ബ്രസീലിയൻ. ജെസിഞ്ഞോ, റൊമേരിയോ, റൊണാൾഡോ, റിവാൾഡോ എന്നീ ഇതിഹാസങ്ങൾക്കൊപ്പം ഈ 4 വേൾഡ് കപ്പിലും ബ്രസീൽ ചാമ്പ്യനായി. 76ാം മിനിറ്റ് എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി. സ്റ്റേഡിയം മുഴുവൻ ഒരേ ആർപ്പുവിളി. നെയ്മർ കളത്തിലേക്ക്. 2023 ഒക്ടോബറിന് ശേഷം നീ ഇഞ്ചുറി, കാഫ് ഇഞ്ചുറി, 3 വർഷത്തെ എക്സൈൽ, അതെല്ലാം കഴിഞ്ഞ് ആ യെല്ലോ ജേഴ്സി വീണ്ടും അണിയുന്നു. ഒരു വേൾഡ് കപ്പ് ജയിക്കാൻ ഇനിയും ആ കാലിൽ ജീവൻ ബാക്കിയുണ്ട്. ബ്രസീലിന്റെ അടുത്ത മത്സരം ജൂൺ 29 ഹൂസ്റ്റൺ. ഗ്രൂപ്പ് ഓഫ് റണ്ണറപ്പ് റണ്ണിനെതിരെ. നോക്കൌട്ടിൽ മേ ബി ജപ്പാൻ ഓർ സ്വീഡൻ.